സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവികയുടെയും നന്ദൻ്റെയും വിവാഹ വാർഷികം കെങ്കേമായിട്ട് ആഘോഷിക്കാനായിട്ട് ഗിരീഷും സിദ്ധാർത്ഥനും പ്രഭാവതി എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നു. മാത്രമല്ല ഈ വിവരം ദേവികയുടെ വീട്ടുകാരെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അന്നേരം അവരും പരസ്പരം പറയുന്നുണ്ട്, കോള് കട്ട് ചെയ്തതിന് ശേഷം ഇന്ന് നമ്മുടെ മോളുടെ വിവാഹ വാർഷികമാണ്, വിവാഹത്തിന് പോലും നമുക്ക് ശരിക്കും പങ്കെടുക്കാനായില്ല, വിവാഹത്തിന് ശേഷം എൻ്റെ മോൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് അവരൊന്ന് സമാധാനത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് തന്നെ അവൾക്കായിട്ട് സമ്മാനമായിട്ട് കൊടുക്കണം. മാത്രമല്ല പ്രഭാവതി മേഡവും സിദ്ധാർത്ഥൻ സാറും രണ്ടാളും നമ്മുടെ മോളെ അംഗീകരിച്ചിട്ടുള്ള ആദ്യത്തെ വിവാഹ വാർഷികമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ട് നമ്മളെയും കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ മാധവനും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വേണം, എങ്കിൽ സംസാരിച്ച് സമയം കളയണ്ട, പെട്ടെന്ന് എല്ലാവരും പോയി റെഡി ആയിക്കോളാൻ പറയുമ്പം ദേവികയുടെ അമ്മയും സഹോദരിയും ഭയങ്കര സന്തോഷത്തിൽ പോയി റെഡിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് വന്ന് കയറുന്നതും പ്രഭാവതിയും സിദ്ധാർത്ഥനും വളരെ സ്നേഹത്തോടെ തന്നെ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തുന്നുണ്ട്. പാർട്ടിക്കാരിറങ്ങി പോകുന്നത് കാണുമ്പോൾ മാധവൻ ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാരല്ലേ ആ വന്നു പോയത്? അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നു, അത് തന്നെ, എന്നെ പാർട്ടിയിലേക്ക് വീണ്ടും ക്ഷണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, കുറ്റവിമുക്തനായതിന് ശേഷമാണ് എൻ്റെ നിരപരാധിത്വം അവർക്ക് ശരിക്കും മനസ്സിലായിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം മാധവൻ പറയുന്നുണ്ട്, സാറിന് വീണ്ടും പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേരണം. അതേസമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പോൾ പാർട്ടിയും പൊതുപ്രവർത്തനവും ഒന്നുമില്ല, കുറച്ച് നാൾ എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, അതിനുശേഷം പാർട്ടിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്നാണ് തൽക്കാലം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാധവനും പ്രഭാവതിക്കും ഒക്കെ സന്തോഷമാകുന്നു. കാരണം കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് സിദ്ധാർത്ഥൻ. അതേസമയം ദേവികയാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുന്ധതി വന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് കോൾ ചെയ്തത്? ഹസ്ബൻഡിൻ്റെ അമ്മയാണ് വിളിച്ചത്, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമായതുകൊണ്ട് അല്പം നേരത്തെ ചെല്ലാനായിട്ട് വിളിച്ചു പറഞ്ഞതാണ്, ഞാൻ കുറച്ച് നേരത്തെ പോകുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എന്ത് വിരോധം, ഞാൻ തന്നിരിക്കുന്ന വർക്ക് ചെയ്ത് തീർത്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ദേവിക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. അതേസമയം ത്യാഗരാജനാണെങ്കിൽ നമ്മുടെ അരുന്ധതിയെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇന്ന് ചേച്ചി വിളിച്ചിരുന്നു. ചന്ദ്രമതി ചേച്ചിയാ? നേരെ അരുന്ധതി ചോദിക്കുന്നു, ഞാൻ അതിന് എന്ത് വേണം? അല്ല മേഡം, ഇന്ന് പ്രഭാവതിയുടെയും സിദ്ധാർത്ഥൻ്റെയും വീട്ടിൽ ഒരു വിശേഷം നടക്കുന്നുണ്ട് പോലും, അവരുടെ മകൻ്റെയും മരുമകളുടെയും വിവാഹ വാർഷികമാണ്, അതിന് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നു, അതാ ഞാൻ ചോദിച്ചത്, അതിന് ഞാൻ എന്ത് വേണമെന്ന്. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, അവർക്ക് വിലപ്പെട്ട നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേ മേഡം, അതിനായിട്ട് ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് തന്നെ ഞാൻ അവർക്ക് സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ തവണത്തെയും പോലെ ഓരോ പ്രതീക്ഷകൾ തന്നിട്ട് അവസാനം മണ്ടത്തരം കാട്ടിക്കൂട്ടാനാണോ താൻ ഇതൊക്കെ എന്നെ വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, എല്ലാ തവണത്തെയും പോലെയല്ല മേഡം, ഇത്തവണ എൻ്റെ ഒരു പ്ലാനും പാളിപ്പോകില്ല, കാരണം അത്രയ്ക്ക് പ്ലാൻഡായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പ്രഭാവതി മേഡത്തിൻ്റെയും സിദ്ധാർത്ഥൻ സാറിൻ്റെയും ചന്ദ്രമതി മേഡത്തിൻ്റെയൊക്കെ വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട്. അതിൽ പ്രഭാവതി മേഡത്തിന് എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ, സിദ്ധാർത്ഥൻ സാറും ചന്ദ്രമതി മേഡവും ഞാൻ പറയുന്നത് അല്പമൊക്കെ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ വീട്ടിലേക്ക് ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത്തവണ ചന്ദ്രമതി ചേച്ചി നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുവാണ്, താൻ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു വിലപ്പെട്ട സമ്മാനം ഞാൻ തന്നെ വാങ്ങി പ്രഭാവതിയുടെ കുടുംബത്തിന് സമ്മാനിക്കണമെന്ന്, അതുകൊണ്ട് തന്നെ എന്നെ അവിടെ ആരും വിലക്കില്ല, ഈ അവസരം നോക്കി ഞാൻ എൻ്റെ ബോംബ് സെറ്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്ത് എല്ലാത്തിനെയും ഒരേ നിമിഷം തന്നെ പറഞ്ഞു വിട്ടിരിക്കും എന്ന് പറയുമ്പോൾ അരുന്ധതിക്ക് ഒരല്പം സന്തോഷമൊക്കെ ആകുന്നുണ്ട്. താൻ പറഞ്ഞതുപോലെ നടക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വീണ്ടും എന്നോടൊപ്പം ചേർക്കും, അല്ല മറിച്ചാണെന്നുണ്ടെങ്കിൽ എന്നെ ഇനി മേലി വിളിക്കാൻ പറ്റാത്ത രൂപത്തിൽ തന്നെ പറഞ്ഞു വിടേണ്ടടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിരിക്കും എന്നൊക്കെ അരുന്ധതി മേഡം പറയുന്ന സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയേക്കായും മേഡത്തെ കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം മേഡത്തെ തന്നെ വിളിച്ചറിയിച്ചത്. എന്നോട് ചേച്ചി ചോദിച്ചിരുന്നു, സിദ്ധാർത്ഥൻ സാറിനെതിരെ കോടതിയിൽ കേസൊക്കെ നടന്ന ആ സമയത്ത് എൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നിപ്പോലും, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പോലും ഞാൻ അരുന്ധതി മേഡത്തെ ഒറ്റിക്കൊടുത്തില്ല, കാരണം അത്രയ്ക്ക് ഞാൻ മേഡത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണത് എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നു, തൻ്റെ വാക്കിൽ മാത്രം പോരാ പ്രവൃത്തിയിലും കാണിച്ചിരുന്നാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇത്തവണ എൻ്റെ ഒരു പ്ലാനും പാളിപ്പോകില്ല, മേഡം നോക്കിക്കോ,
മേടം കാത്തിരുന്നത് പോലെ പ്രഭാവതിയുടെ കുടുംബം ചിന്നിച്ചിതറുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പം അരുന്ധതിയും ഒരല്പം വിശ്വസിക്കുന്നുണ്ട് ത്യാഗരാജൻ്റെ വാക്കുകൾ. അങ്ങനെ പാർട്ടിയോടനുബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഗസ്റ്റുകളെല്ലാം വന്നു. അലങ്കാരപ്പണികളും ഫുഡും എല്ലാം റെഡിയായി. അങ്ങനെ നന്ദനും ദേവികയും വന്ന് ആ സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ ആ സന്തോഷം പങ്കുവയ്ക്കുന്ന സമയത്ത് നമ്മുടെ ത്യാഗരാജൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ത്യാഗരാജൻ്റെ വർത്തമാനത്തിലും നിത്തയിലുമെല്ലാം ഒരല്പം പന്തികേട് നമ്മുടെ പ്രഭാവതിക്കും ഭാർഗവിക്കും തോന്നുന്നുണ്ട്. എങ്കിലും ചന്ദ്രമതിക്ക് പകരം ചന്ദ്രമതി പറഞ്ഞയച്ചതാണ് ത്യാഗരാജനെ എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഭാർഗവി ഒന്നും പറയുന്നില്ല. പാർട്ടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നു. അതേസമയം ത്യാഗരാജനാണെങ്കിൽ ഒരു കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ഗിഫ്റ്റ് താഴേക്ക് വെച്ചിട്ട് ത്യാഗരാജൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ട് വരുമ്പോഴത്തേക്കും ത്യാഗരാജൻ കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് കാണുന്നില്ല. അത് ആരെടുത്ത് മാറ്റിയെന്നുള്ള കാര്യം ത്യാഗരാജൻ അറിയത്തില്ല. അയാൾ അവിടെ എല്ലാം താൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് പരതുന്നുണ്ട്. ചിലപ്പോൾ പാർട്ടിക്ക് വന്ന ഏതെങ്കിലും കുട്ടികൾ എടുത്തുകൊണ്ട് പോയതാകാം എന്ന് കരുതി ത്യാഗരാജൻ നിൽക്കുമ്പോൾ തൻ്റെ പ്ലാൻ ഇത്തവണയും നടന്നില്ലെങ്കിൽ അരുന്ധതി മേഡത്തിൻ്റെ മുഖത്ത് നോക്കാൻ പോലും ആകില്ല എന്ന ടെൻഷനിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം. ത്യാഗരാജൻ്റെ ഒരു പ്ലാനും നടക്കില്ല. ഈ ബോംബ് ത്യാഗരാജന് തന്നെ നല്ലൊരു വിനയായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പ്രഭാവതി മേഡോ ഭാർഗവിയോ സിദ്ധാർത്ഥനോ ചന്ദ്രമതിയും കാണും അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ത്യാഗരാജൻ കൂട്ടുനിൽക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വെച്ചേക്കത്തില്ല. ത്യാഗരാജൻ്റെ പ്ലാൻ പൊളിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അരുന്ധതിയും വെച്ചേക്കില്ല. ആരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നുള്ള സംശയം മാത്രമേ ത്യാഗരാജനുള്ളൂ. ഇതെന്തായാലും കാട്ടൂരാൻ വക്കീലും ഭാർഗവിയും ചേർന്ന് ഒപ്പിക്കുന്ന ഒരു നാടകമാണ്. കാരണം ത്യാഗരാജൻ കോൾ ചെയ്ത് സംസാരിക്കുന്ന കാര്യം കാട്ടൂരാൻ വക്കീൽ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു പ്ലാനും നടക്കരുത് എന്ന ഉദ്ദേശത്തോടെ അവർ രണ്ടാളും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ, ബോംബ് പൊട്ടിത്തെറിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.